നോൺസെൻസ്. നീ അടിക്കല്ലേ? നീ അടിക്കല്ലേ? നോൺസെൻസ്. നീ അടിക്കല്ലേ? അടിയടാ, അടിയടാ നീ, അടിയടാ നീ, അടിയടാ നീ. നീ ആരാ നീ? നീ ആര്? നീ ആര്? നീ ആര്? നീ ആര്? നിനക്കൊക്കെ സെക്യൂരിറ്റി തന്നേക്കുന്നത് നിനക്കൊക്കെ തോന്നിയ ദിവസം കാണിച്ചാനാ? എന്റെ കൈ കയറി പിടിച്ചല്ലേടാ അല്ലേ? എന്റെ കൈ കയറി പിടിച്ചല്ലേ? എന്റെ കൈ കയറി പിടിക്കല്ലേ അല്ലേ? അല്ലേ കൈ കയറി പിടിക്കല്ലേ? ഈ വിവരം നീ ഇത് കണ്ടോളാം കേട്ടാ. നീ ഇത് കണ്ടോളേ. നിനക്ക് ആളിനെ മനസ്സിലായില്ല കേട്ടാ. നീ കാണേ കേട്ടാ. പോലീസ്, പോലീസ്, ഇതാണ് പോലീസ് അല്ലേ? അല്ലേ, ഇതാണ് പോലീസ് അല്ലേ? ഹലോ ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ പ്രിയമുള്ളവരെ, മിഥുൻ റോയ്, കേരള പോലീസ്, അതെ, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഒരാളെ മർദ്ദിക്കുക എന്ന് വെച്ചാൽ പോലീസായാൽ മർദ്ദിക്കാവോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഒന്നാമത്തെ ഒരു കാര്യം, നിങ്ങളെ കണ്ടു കാണും ഒരു വീഡിയോക്കകത്ത് ഒരു ചെറുക്കനെ ലാത്തി കൊണ്ട് അടിക്കുന്ന അടി, അവൻ്റെ കണ്ണും തലയും ഉൾപ്പെടെ ഭയങ്കരമായൊരു പരിക്ക്. ആ വീഡിയോ ഞാൻ കണ്ട്, നിങ്ങളെല്ലാവരും കണ്ടു കാണും. അത് ഞാൻ പക്ഷേ ഇതിനകത്ത് വെക്കുന്നില്ല. അപ്പോൾ അതൊരു മൃഗീയമായൊരു അടിയാണ്. ഒന്നെങ്കിൽ മുട്ടിന് താഴെ അടിക്കുക, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ അടിക്കുന്ന സമയത്ത് സമയം എവിടെയാണെന്നൊന്നും നോക്കാൻ പറ്റത്തില്ല. എന്തായാലും കഴുത്തിന് മേപ്പോട്ടുള്ള മർദ്ദനം നമുക്ക് ഒരിക്കലും, ഏത് പോലീസായാലും ആരായാലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ചെറുക്കൻ്റെ കണ്ണിൻ്റെ അവസ്ഥ ഇനി എന്താകുമെന്നുള്ളത് കണ്ട് അറിയണം. ഈ പോലീസിൽ പല ടൈപ്പുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ മനുഷ്യരിൽ തന്നെ പല ആൾക്കാരുണ്ടല്ലോ. അപ്പം ക്രിമിനൽ മൈൻഡുള്ള ഒരുപാട് പോലീസുകാർ കാണും, സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതില്ലെന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് പൊതുജനം പ്രതികരിക്കും പല വിധത്തിൽ. അങ്ങനെ ഈ പുള്ളിയെ മാളി വെച്ച് കുറച്ച് പിള്ളേർക്ക് കിട്ടി. അവർ SFIയുടെ പ്രവർത്തകരാണ് എന്ന് പറയുന്നു. അത് നമുക്ക് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച്. അങ്ങനെ പറയുന്നുണ്ട്, വാർത്തയെല്ലാം അങ്ങനെയാണ് വരുന്നത്. അപ്പം മാളി വെച്ച് കിട്ടിയപ്പോഴത്തേക്ക് അവിടെ വെച്ച് പിള്ളേർ വെച്ച് താങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ കയ്യിൽ ഒരു ഇടിവള കിടപ്പുണ്ട്. ഇത് വെച്ച് ഇയാൾ തിരിച്ചും ഇടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. സംസാരിച്ചു ഷാപ്പിനകത്ത് ആൾക്കാർ അടിക്കേണ്ടത് അടിയടാ F06 ഭയങ്കര ഉറപ്പായിരുന്നില്ല. ഒളിച്ചു പോയാ അപ്പോൾ നിയമപാലകരായിട്ടുള്ള പോലീസുകാരെയോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ ആക്രമിക്കുന്നതിനൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല. അദ്ദേഹം യൂണിഫോമിലല്ല, ഡ്യൂട്ടിയിലല്ലാത്ത സമയത്താണെങ്കിൽ തന്നെയും അദ്ദേഹം ഡ്യൂട്ടി ടൈമിൽ ചെയ്തൊരു കാര്യത്തിൻ്റെ പേരിലാണല്ലോ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഈ പോലീസ് എന്ന് പറയുമ്പോൾ ഏത് സേനാ വിഭാഗമാണെങ്കിലും, പോലീസായാലും മിലിറ്ററി ആയാലും എന്തായാലും, അവരുടെ ആ കാക്കി ഇടുമ്പോൾ അല്ലെങ്കിൽ അവർ യൂണിഫോം ധരിക്കുമ്പോൾ അവർ നിയമപാലകരാണ് എന്നുള്ള സ്വയം ബോധം വേണം. അവരല്ലാതെ അവരുടെ ക്രിമിനൽ മൈൻഡിൽ എന്തും ചെയ്യാന്നുള്ള ആ ഒരു ബുദ്ധി അവർക്കുണ്ടാകാൻ പാടില്ല. പിന്നെ അവർ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പോലീസും നിയമങ്ങളും എല്ലാം ഉള്ളത്. അത് നിങ്ങൾ മറന്നു പോകല്ല് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറന്നാൽ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾക്ക്
നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. എനിക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഈ പുള്ളിയെക്കുറിച്ച് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത പുറത്തുവിട്ടപ്പോണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ നാട്ടിലെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്. ഇദ്ദേഹം പണ്ട് മുതലേ ഇച്ചിരി ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ആ വാർത്തയും കൂടെ ഒന്ന് കണ്ടിട്ട് അവസാനിപ്പിക്കാം. ആരും സ്കിപ്പ് അടിക്കല്ലേ, അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് ആ വാർത്ത ഒന്ന് കേൾക്കാം. ഞങ്ങൾ ഈ മിഥുൻ റോയിയുടെ പശ്ചാത്തലം ഒന്ന് തിരിഞ്ഞു. CPO ആയി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും മിഥുൻ റോയിക്ക് മേൽ കേസുകൾ ഉണ്ടായിരുന്നു. അതിലൊരു കേസ് 2024 രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസിൽ ഇങ്ങനെയാണ് FIR. പ്രതികൾക്ക് ആവലാതിക്കാരനെ ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി 28/4/2024 ഉച്ചയ്ക്ക് 2:30 3 മണിക്കിടയ്ക്കുള്ള സമയം നെട്ടയം ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന ആവലാതിക്കാരന്റെ കാലിൽ ഒന്നാം പ്രതി ഓടിച്ചും 2 മുതൽ 4 വരെ പ്രതികൾ സഞ്ചരിച്ചും വന്ന മാരുതി കാർ, അതായത് ഈ മിഥുൻ അടക്കമുള്ളവർ സഞ്ചരിച്ചു വന്ന മാരുതി കാർ കയറ്റുകയും ഇത് ചോദ്യം ചെയ്ത ആവലാതിക്കാരനെ 1 മുതൽ 4 വരെ പ്രതികൾ ചീത്ത വിളിച്ചും മർദ്ദിച്ചും മേൽ വകുപ്പുകൾ പ്രകാരം കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് 2024 രജിസ്റ്റർ ചെയ്ത FIR പറയുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ഈ മിഥുൻ റോയി ഒരു കേസിൽ പെടുന്നത്. ഇനി സ്വന്തം നാട്ടിൽ, മിഥുൻ റോയിയുടെ സ്വന്തം നാട്ടിൽ നാട്ടുകാർ വെച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് കാണും. മദ്യലഹരിയിൽ വാഹനത്തിൽ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചതാണ്, പക്ഷെ അന്നും അദ്ദേഹം പോലീസ് സേനാംഗമാണ്. മദ്യലഹരിയിൽ വാഹനത്തിൽ പോലീസുകാരന്റെ സ്ഥിരം അഴിഞ്ഞാട്ടം, നെട്ടയത്തെ നാട്ടുകാരുടെ ജീവനാപത്തിൽ, ചോദ്യം ചെയ്താൽ നാട്ടുകാർക്ക് മർദ്ദനം എന്നാണ് മിഥുൻ റോയിയെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടെന്നാണ് നാട്ടുകാർ ഈ ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത്. ഇത് സ്വന്തം നാട്ടിൽ വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഫ്ലെക്സ് ബോർഡാണ് താൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് കൂടാതെ ഞങ്ങൾ മിഥുൻ റോയിയെ കുറിച്ച് അന്വേഷിച്ചു. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മിഥുൻ റോയിയുടെ അയൽവാസിയുടെ പ്രതികരണം ലഭിച്ചു. പലരും ഒരേപോലെയാണ് മിഥുൻ റോയിയെ കുറിച്ച് സംസാരിച്ചത്. പേടിച്ചാണ് ജീവിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മിഥുൻ റോയിയെ പേടിച്ചു. നാട്ടുകാരെന്നുള്ള രീതി അവൻ അലിമ്പാണ്, അവൻ മദ്യപാനിയാണ്. ഇവിടെ അവൻ പോലീസ് എന്നുള്ള അഹങ്കാരം കുറെ കൂട്ടുകാരെയും കൊണ്ട് മദ്യപിച്ച് ഇവിടെ വേണ്ട പ്രശ്നം തന്നെ. അവനെ കൂടി ശല്യമാണ്. നേരത്തെയും പ്രശ്നം ഉണ്ടായി, ഒരുപാട് അടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പേടിച്ചാണ് ജീവിക്കുന്നത്. ഇതിനെ പോലെയുള്ളതാണ് പേടിച്ച് ജീവിച്ചാലേ പറ്റും. അവന് ഗുണ്ടകളുണ്ട്, കുറെ ഭയം പറഞ്ഞിട്ട് ഇപ്പൊ പെയ്യുള്ളൂ 7 പേര്. ഇനി SFI പ്രവർത്തകരെ പിന്തുണച്ച് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല മാളിലും കിട്ടുമെന്നായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഇങ്ങനെയാണ് ആ വാർത്തയിലെ വസ്തുത എന്താണ്? ലോകമെങ്ങും ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ ചെറുപ്പക്കാരൊക്കെ, പ്രത്യേകിച്ച് ജെൻസി തലമുറയാകെ ആഘോഷ രാവിലെ ലഹരി നുണയുന്ന ഒരു രാവിൽ ഒരു ചെറുപ്പക്കാരൻ എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച് അവന്റെ ഉപജീവനം തേടി ജോലിക്ക് പോകുന്നു. അവിടെ പരിപാടിയുടെ ഇടയിൽ സംഘർഷമുണ്ടാവുന്നു. താൻ മൈക്ക് ഓപ്പറേറ്റർ ആണെന്ന് പറഞ്ഞിട്ടും ഒരു പോലീസുകാരൻ അവന്റെ തലയ്ക്ക് അടിച്ചു വീഴ്ത്തുന്നു. അതും നൊന്തുപെറ്റ അമ്മയുടെ മുന്നിൽ വെച്ച്. മകൻ അടികൊണ്ട് ബോധരഹിതനായി കിടക്കുന്നത് കണ്ട് ഓടി വന്ന അമ്മയുടെ നിലവിളിയും പ്രതികരണവും പൊതുസമൂഹം കണ്ടതാണ്. ഉപജീവനം തേടിപ്പോയ ചെറുപ്പക്കാരൻ ദിവസങ്ങളോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. തലയ്ക്ക് ലാത്തികൊണ്ടടിച്ച ആ അടി അവന്റെ ജീവൻ പോലും പോകത്തക്ക വിധത്തിലുള്ള അടിയായിരുന്നു. അടികൊണ്ട് ആ ചെറുപ്പക്കാരൻ ബോധരഹിതനായി വീഴുന്നതും വീഡിയോയിൽ കാണാം. കാക്കിയും ലാത്തിയും ഉണ്ടെന്ന ധാർഷ്ട്യത്തിൽ ചെറുപ്പക്കാരുടെ മെക്കിട്ട് കയറുന്ന കാക്കിയിട്ട തെമ്മാടികൾക്കുള്ള മറുപടിയാണ് ഈ അടിയെന്നാണ് എന്റെ അഭിപ്രായം. വിനയ് പ്രകാശ് ന്യൂ ഇയറിന് പോയത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആയിരുന്നില്ല. അവിടെ നടന്നതും വിദ്യാർത്ഥി പ്രസ്ഥാനവും പോലീസും തമ്മിലുണ്ടായ സംഘർഷവും ആയിരുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് വാസ്തവം. KSUവിന്റെ നേതാവിന് തന്നെ SFIയിലെ ഈ പ്രവർത്തകരെ അനുകൂലിച്ച് രംഗത്തെത്തണമെന്നുണ്ടെങ്കിൽ അവിടെ അന്ന് നടന്ന ആ അടി യഥാർത്ഥത്തിൽ പോലീസിന്റെ എല്ലാ മാനുവലും ലംഘിച്ചുകൊണ്ടുള്ള അടിയായിരുന്നു എന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, സ്വന്തം നാട്ടിൽ മിഥുനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ പോലും ആ രീതിയിലുള്ള മറുപടിയാണ് ലഭിക്കുന്നതെങ്കിൽ, ഇവിടെ ഈ മാളിൽ വെച്ചുണ്ടായ അടിയിൽ ഇടിവളയൂരി ഇടിക്കാൻ വരുന്ന മിഥുനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, നമുക്ക് മിഥുനെ പൂർണ്ണമായും നമുക്ക് ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ നിരപരാധിയാണെന്ന് പറയാൻ കഴിയില്ല. മിഥുനെ സ്വന്തം നാട്ടിൽ തന്നെ ഫ്ലെക്സ് വെച്ചേക്കാണ്. ഇങ്ങനെയുള്ളൊരു വ്യക്തി, അതായത് അദ്ദേഹത്തിൻ്റെ ആക്രമണം സഹിക്കാൻ വയ്യാതെ ഒരു ഫ്ലെക്സ് ഒരാടെ നാട്ടിൽ വെക്കണമെങ്കിൽ ഏത് തരത്തിലുള്ള ആളായിരിക്കും? നാട്ടുകാർ പറയുന്നതായിട്ടില്ല, പേടിച്ചാണ്. കാര്യം ആ നാട്ടിലെ ഒരു ക്രിമിനലാണ്. അപ്പോൾ ഇത്രയും ഒക്കെ ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തിയെ, ഇങ്ങനെയൊക്കെ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയെ പോലീസ് സേനയിൽ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു മൈൻഡുള്ള ഒരാൾക്ക് ഒരു ലാത്തിയും കാക്കിയുടെ ഒരു അധികാരോടെ കിട്ടുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഒരു സൂപ്പർ പവർ അവരിലേക്ക് കയറുമല്ലോ. എങ്കിലും ആ ചെറുക്കനെ ആക്രമണം വളരെ മൃഗീയമായിപ്പോയി. ഒരു സാധാരണക്കാരന് നേരെ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്താൻ പാടില്ല. അതും തലയ്ക്കാണ് അടിച്ചിരിക്കുന്നത്, മുട്ടിന് താഴെ ഒന്നുമല്ല. അപ്പം ആ പുള്ളിയുടെ കാക്കയുടെ പവറും അല്ല അകത്ത് കിടക്കുന്ന ആ ക്രിമിനൽ മൈൻഡും ആയിരിക്കും ഇതൊക്കെ ചെയ്യാൻ സഹായിച്ചത്. പിന്നെ ആ ഒരു പയ്യൻ, മൈക്ക് ഓപ്പറേറ്ററായിട്ട് വന്ന പാവപ്പെട്ട ഒരു പയ്യനെ അമ്മയുടെ മുമ്പിലിട്ട് ആക്രമിച്ചു. ഇതൊക്കെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ എന്നിരുന്നാലും നല്ലൊരു നടപടി ഈ മിഥുൻ ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നമുക്ക് വേറൊരു വീഡിയോ വിശേഷങ്ങളുമായി കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്